Boche Gold and Diamonds. Buy now, pay later. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിക്കുന്ന സാഹചര്യമുണ്ടായത് ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന മൂലമെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്ന മന്ത്രിയുടെ പ്രസ്താവന കേട്ട് രക്ഷാപ്രവർത്തനം നിർത്തിയതാണ് ദാരുണ മരണത്തിന് വഴിയൊരുക്കിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഒറ്റപ്പാലത്ത് പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം.ടി. രമേശ്. ഒരു സ്ത്രീ അതിനുള്ളിലുണ്ടായിരുന്നു. ആരും ശ്രദ്ധിക്കപ്പെടാതെ രക്ഷപ്പെടുത്താൻ കഴിയാതെ മന്ത്രിയുടെ വാക്കുകേട്ട് എല്ലാ രക്ഷാപ്രവർത്തകന്മാരും പിന്തിരിഞ്ഞു. ആശുപത്രി അധികൃതരും മന്ത്രിയും രാവിലെ പറഞ്ഞത് അത് മനുഷ്യവാസമാകുള്ള കെട്ടിടമല്ല, മനുഷ്യന് പോകാത്ത കെട്ടിടമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷാപ്രവർത്തകന്മാരെല്ലാം പിരിഞ്ഞുപോയി. ആ സമയത്ത് അതിനകത്ത് ഒരു മനുഷ്യജീവൻ ശ്വാസത്തിനു വേണ്ടി പടയുന്നുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. സത്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് മാത്രമാണ് ആ സഹോദരിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇല്ലെങ്കിൽ രക്ഷാപ്രവർത്തകന്മാർ ആ തകർന്ന കെട്ടിടത്തിനിടയിൽ നിന്ന് ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ആയിരക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനായി നൽകിയിട്ടുള്ളത്. ആരോഗ്യരംഗത്ത് ഈ തുകയൊന്നും സർക്കാർ ചെലവിടുന്നില്ല. പണം വകമാറ്റി ചെലവഴിക്കുകയാണ്. 700 കോടി രൂപയോളം ചെലവഴിക്കാതെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് ഉപകരണങ്ങളില്ലെന്ന് ഡോക്ടർ തന്നെ പറയുന്ന സ്ഥിതി ഉണ്ടായത്. LDFും UDFും വികസനം ചർച്ച ചെയ്യുന്നില്ല. മറ്റു പലതും പറഞ്ഞ് യഥാർത്ഥ പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടുകയാണ്. നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ LDF PDPയുമായും UDF വെൽഫെയർ പാർട്ടിയുമായും സഖ്യമുണ്ടാക്കിയാണ് മത്സരിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ജനവിരുദ്ധ സർക്കാരാണിത്. ഇത്രയും ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും ഇത് ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷത്തിനായില്ലെന്നും എം.ടി. രമേശ് കുറ്റപ്പെടുത്തി. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് പി. വേണുഗോപാലൻ അധ്യക്ഷനായി. ജില്ലയുടെ ചുമതലയുള്ള കെ അനീഷ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സിനി മനോജ്, ബാബു പൂക്കാട്ടിരി, ബി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.